ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചക്കത്തെ ചോറിന് മീൻ കറിയാണ്. അതാണ് ഇന്ന് കാണിക്കുന്നത്. സ്രാവാണ് ഇന്ന് കിട്ടിയ മീൻ. ആ സ്രാവ് മുറിച്ചെടുത്ത് കറി വെക്കാം. സ്രാവ് മുറിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇതുപോലെയുള്ള കത്തി കൊണ്ടാണ് സ്രാവ് ഞാൻ മുറിച്ചെടുക്കാറുള്ളത്. മീൻ മുറിക്കൽ ഈ കത്തി കൊണ്ട് തന്നെയാണ്. കത്രി കൊണ്ട് മുറിക്കുന്നവർക്ക് ഇതുപോലെ കത്രി കൊണ്ട് മുറിച്ചെടുക്കാം. ഈ മീനിൻ്റെ മേലെ വാൽഭാഗത്ത് സൈഡിൽ ഇതുപോലെ സൈഡിൽ നിന്ന് ഒന്ന് മുറിച്ച് താഴെ വരെ തോല് മുറിച്ചെടുക്കണം. കുറച്ച് കട്ടിയിൽ മുറിച്ചെടുത്ത് ഇതുപോലെ കട്ടിയിൽ മുറിച്ചെടുക്കണം. കത്രി കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റും. കത്രി കൊണ്ട് മുറിക്കുന്നവർക്ക് കത്രി കൊണ്ട് മുറിക്കാം. രണ്ട് വശവും ഇതുപോലെ മുറിച്ചെടുക്കണം. സൈഡിൽ നിന്ന് കുറച്ച് വലുപ്പത്തിൽ മുറിച്ചെടുത്ത് കളയണം. ഇതിൽ മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുറിക്കാൻ പ്രയാസമൊന്നുമില്ല. കയ്യിൽ മുള്ളൊന്നും തറക്കില്ല. നമുക്ക് ഇഷ്ടം പോലെ പിടിച്ച് മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗമെല്ലാം എടുത്ത് മാറ്റി, ഇനി ഈ വാലിൻ്റെ അറ്റത്ത് ഒരു ചെറിയ വരിയിട്ട് ഒന്ന് കീറി കൊടുത്തിട്ട് ഇതുപോലെ തോല് വലിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം വലിച്ചെടുക്കാൻ പറ്റും. രണ്ട് സൈഡിൽ മുറിച്ചെടുത്ത് ഒന്ന് വാലിൻ്റെ അടുത്ത് ഒന്ന് കീറി തൊലി വലിച്ചെടുത്താൽ മതി. രണ്ട് വശവും വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴുകി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. മുള്ളില്ലാത്തത് കൊണ്ട് തന്നെ ഇത് മുറിച്ചെടുക്കാൻ എളുപ്പമാണ്. തൊലിയും എല്ലാ മീനും പോലെയല്ല, ഇതിൻ്റെ തൊലി പെട്ടെന്ന് മുറിച്ചെടുക്കാനും പറ്റും. ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് രണ്ടും ഒന്ന് പൊട്ടുമ്പം ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് അതിന് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് ഉള്ളിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഉള്ളി ഒന്ന് കളർ മാറി വരണം. ഈ ഒരു പാകത്തിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണലൊന്ന് മാറി വരുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പിരിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് രണ്ടിൻ്റെയും പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. മല്ലിയുടെയും മുളകിൻ്റെയും പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഇനി പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത്. പുളി എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് പുളി നമുക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളതിനനുസരിച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാവർക്കും ഒരുപോലെ പുളി ആവശ്യം ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് കൂടുതൽ വേണം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് മീനും ഇട്ട് അടച്ചു വെച്ച് മീനും മസാലയെല്ലാം വേകുന്നത് വരെ വേവിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ അരിപ്പൊടിയും 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 3-4 മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ മീൻ ഇതിലേക്ക് ഇട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പിടി തേങ്ങ മിക്സി ജാറിലിട്ട് അടിച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് അടച്ച് വെച്ച് ഇതുപോലെ എണ്ണ തെളിയുന്നവരെ വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമ്മുടെ സ്രാവ് കറി റെഡിയായി. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ കറിയാണ്. ദോശ, അപ്പം, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെ കൂടി ഇത് കഴിക്കാം. നല്ല ടേസ്റ്റുള്ള കറി. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു മണം ഉണ്ടാവും. കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മീനിട്ട് 2 ഭാഗവും മൊരിച്ചെടുക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.